നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സർ, യുദ്ധം ആരംഭിച്ച് 2 വർഷത്തിനിടെ വളരെ കഠിനമായ ഓരോ ദിവസങ്ങളിലൂടെ ആണ് ഇപ്പോൾ ഗാസ കടന്നു പോകുന്നത്. ഇപ്പോൾ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ 4 ചുറ്റും ഇസ്രായേൽ ഗാസയെ വളഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇസ്രായേൽ സൈനികരുടെ പിടിയിൽ തന്നെ ഗാസയായിരിക്കുകയാണ്. നിരവധി പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ അറബ് ഉച്ചകോടി കഴിഞ്ഞപ്പോൾ പോലും ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ പോകുന്നില്ല. കുറച്ചുകൂടി ബലപ്പെട്ടുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഇനി എന്തായിരിക്കും ഗാസയുടെ അവസ്ഥ? ഹമാസ് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഏറ്റവും ഭയാനകമായ ഒരു യുദ്ധമാണ് ഇപ്പോൾ ഗാസ നഗരത്തിൽ നടക്കുന്നത്. നഗരത്തിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിലായി എന്ന് IDF ഇപ്പോൾ അവകാശപ്പെടുന്നു. ഗാസ നഗരത്തിലേക്ക് IDFിൻ്റെ ടാങ്കുകൾ ഇരച്ചെത്തുന്ന കാഴ്ചയാണ്. ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഗാസ നഗരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. മറുവശത്ത് അതിഭീകരമായ ആക്രമണം. ഇനി ഒന്നും അവശേഷിപ്പിക്കില്ല. ഗാസ നഗരം കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു യുദ്ധരീതിയാണ് ഇസ്രായേൽ തുടരുന്നത്. ഇസ്രായേലിന് മുന്നിൽ ചില കണക്കുകളുണ്ട്. കഴിഞ്ഞ 2023 ഒക്ടോബർ 7 ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ഗസയിൽ ആക്രമണം നടത്തുമ്പോൾ അന്ന് ഹമാസ് തീവ്രവാദികളായി ഗാസ മുനമ്പിലുള്ളത് ഏകദേശം 25,000-ഓളം ഹമാസുകാരാണ് എന്ന് ഇസ്രായേൽ തന്നെ നേരത്തെ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. പിന്നീട് നടന്ന ആക്രമണങ്ങളിൽ 65,000-ഓളം ഗസ നിവാസികൾ കൊല്ലപ്പെട്ടു. അവരിൽ ഹമാസ് ഭീകരരുമുണ്ട്. ഇസ്രായേൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 22,000-ഓളം ഹമാസ് പോരാളികൾ കൊല്ലപ്പെട്ടു. അവരുടെ ഒറിജിനൽ കണക്ക് പ്രകാരം ഇനി 3,000-ഓളം ഹമാസ് തീവ്രവാദികൾ ഇപ്പോഴും ഗാസ മുനമ്പിലുണ്ട്. പക്ഷേ ഇതിനിടയിൽ 5,000 മുതൽ 10,000 വരെ ഹമാസ് തീവ്രവാദികളെ പുതുതായി റിക്രൂട്ട് ചെയ്തു എന്നും നേരത്തെ ഇസ്രായേലിൻ്റെ IDF മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. അവശേഷിക്കുന്ന ഹമാസുകാരെ കൂടി ഇല്ലായ്മ ചെയ്യുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പറയുന്നു ഒരു വശത്ത്. മറുവശത്ത് ഗാസ മുനമ്പിൽ ഇപ്പോഴും ഹമാസുകാർ ബന്ദിയാക്കിയിരിക്കുന്ന തങ്ങളുടെ ഇസ്രായേലികൾ 20 പേർ ജീവനോടെ ഉണ്ട് എന്ന് ഇസ്രായേൽ കരുതുന്നു. അമേരിക്ക അത് സാക്ഷ്യപ്പെടുത്തുന്നു. അവരെ തിരികെ എത്തിക്കാനുള്ള അവസാനവട്ട ശ്രമം. ഇത് അവസാന യുദ്ധമെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമാനതകളില്ലാത്ത ആക്രമണം, അതിഭീകരം എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ മറുവശത്ത് ഇസ്രായേലിൻ്റെ വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ചകൾക്കായി എത്തിയ ഹമാസ് നേതാക്കൾ ഒത്തുകൂടിയ ഹമാസ് ആസ്ഥാന മന്ദിരത്തിന് നേർക്ക് നടത്തിയ ആക്രമണം. ഈ ആക്രമണം ഒറിജിനലി ഇസ്രായേൽ ഏൽപ്പിച്ചിരുന്നത് മൊസാദ് എന്നവരുടെ ചാരസംഘടനയാണ്, ബെർണിയ. ഇപ്പോൾ മൊസാദ് തലവൻ്റേതായ ചില രഹസ്യം പറച്ചിലുകൾ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ടൈംസ് ഓഫ് ഇസ്രായേൽ, ജെറുസലേം പോസ്റ്റ് തുടങ്ങിയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ ഒരു വാർത്ത ഇന്ന് പുറത്തുവിട്ടു. ഒറിജിനലി ഈ വാർത്ത വാഷിങ്ടൺ പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച. ഇസ്രായേൽ ദോഹ ആക്രമിച്ച ഈ രീതി ഒറിജിനൽ പദ്ധതിയിലുണ്ടായിരുന്നില്ല. അവരുടെ ഒറിജിനൽ പദ്ധതി അനുസരിച്ച് ഇറാനിൽ മൊസാദ് നടത്തിയ ആക്രമണം, അതിൻ്റെ സമാനതയുള്ള ഒരു ആക്രമണമായിരുന്നു അവർ ദോഹയിൽ പദ്ധതിയിട്ടിരുന്നത്. അന്ന് ഇറാന് നേർക്ക് ആദ്യ ദിന ആക്രമണത്തിൻ്റെ വിവരങ്ങൾ നമ്മൾ കേട്ടപ്പോൾ ഇറാനിലെ ആണവശാസ്ത്രജ്ഞരും സൈനിക ഉദ്യോഗസ്ഥരുമൊക്കെ കൊല്ലപ്പെട്ട വാർത്തകളാണ് നമ്മൾ കേട്ടത്. കാരണം പ്രാദേശികമായി അവർ സംഘടിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്ന കാഴ്ച, ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്ന ഇറാനിലെ ഏറ്റവും ബുദ്ധിജീവികൾ, ആണവ ശാസ്ത്രജ്ഞർ, അത്തരമൊരു വലിയ വാർത്തയാണ് നമ്മൾ കേട്ടത്. സമാനതയുള്ളൊരു ആക്രമണമാണ് അവർ ദോഹയിലെ ഈ ഹമാസ് കേന്ദ്രത്തിന് നേർക്കും പദ്ധതിയിട്ടത്. ആ ഹമാസ് ആസ്ഥാന മന്ദിരത്തിൽ തടിച്ചുകൂടിയിരുന്ന ഈ ഹമാസ് മേധാവികളെ ഒന്നടങ്കം വധിക്കുക, അത്തരമൊരു പദ്ധതി. പക്ഷേ മൊസാദ് ഏറ്റെടുത്തില്ല. മൊസാദ് അതിന് കാരണം പറഞ്ഞത്, ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഖത്തർ ഒരു മധ്യസ്ഥനായി ഇസ്രായേലിന് മുന്നിലുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഖത്തറിൻ്റെ ഏറ്റവും വലിയ മധ്യസ്ഥൻ, ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ മധ്യസ്ഥൻ ഖത്തറാണ്. അപ്പോൾ ഇസ്രായേലിന് മുന്നിലുള്ള ഈ മധ്യസ്ഥനെ എന്തിന് നമ്മൾ പിണക്കുന്നു എന്ന ചോദ്യമാണ് മൊസാദ് മുന്നോട്ട് വെച്ചത്. മൊസാദ് ഇത്തരമൊരു ആക്രമണത്തെ നിരാകരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ നെതന്യാഹു പിന്നോട്ട് മാറിയില്ല. ഷിൻബെറ്റിനോട് ഈ ആക്രമണ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പ്രധാനമന്ത്രി നെതന്യാഹുവും ചേർന്നെടുത്ത ഈ തീരുമാനം. ഷിൻബെറ്റ് ആഭ്യന്തര സ്ഫോടനങ്ങളെക്കുറിച്ചും ആഭ്യന്തരമായി ഉയരുന്ന പ്രതിസന്ധികളിൽ അത്തരം ആഴത്തിലുള്ള ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്ന ഒരു വിഭാഗമാണ്. അവർ രാജ്യത്തിൻ്റെ അതിർത്തിക്ക് പുറത്തേക്ക് തങ്ങളുടെ ആക്രമണ പദ്ധതികൾ സാധാരണ വ്യാപിപ്പിക്കാറില്ല.
എന്നാൽ ഇക്കുറി ദോഹയിലെ ഖത്തർ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമായി നിന്നത് ഷിൻബെറ്റാണ്. ഷിൻബെറ്റാണ് ഈ ആക്രമണത്തിന് രൂപരേഖ തയ്യാറാക്കിയതും ഇസ്രായേൽ സേന ദോഹ കേന്ദ്രീകരിച്ച് ഹമാസ് ആസ്ഥാനത്തിന് നേർക്ക് ആക്രമണം നടത്തിയതും. പക്ഷേ ഈ ആക്രമണത്തിന് പിന്നിലെ വലിയൊരു ബുദ്ധിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വലിയൊരു സംവിധാനം ഒരുക്കലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ അറബ് ഉച്ചകോടി ഖത്തറിൽ വിളിച്ചു ചേർക്കപ്പെടുന്നു. ഏകദേശം 60ഓളം രാഷ്ട്ര തലവന്മാരാണ് ഈ ഉച്ചകോടിയിലേക്ക് ഇരച്ചെത്തിയത്. അറബ് ലീഗിൻ്റെയും ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും ഒക്കെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ അറബ് രാജ്യങ്ങളുടെയും തലവന്മാർ ദോഹയിലേക്ക് ഇരച്ചെത്തുന്നു. വലിയ ഒച്ചപ്പാട്, ഉച്ചത്തിൽ ചില പ്രസ്താവനകൾ നമ്മൾ ആദ്യം അന്തരീക്ഷത്തിലേക്ക് മുഴങ്ങിക്കേൾക്കുന്നു. അറബ് രാഷ്ട്രങ്ങൾ ഒരുമിച്ചുവെന്നും ഇനി ഇസ്രായേൽ ഓർമ്മയാകുമെന്നും ഇസ്രായേലിനെ തവിടുപൊടിയാക്കുമെന്നുമൊക്കെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ പ്രഖ്യാപിക്കുന്നു. മറ്റു ചില സോഷ്യൽ മീഡിയ അധിക പ്രസംഗങ്ങളും നമ്മൾ കേട്ടു. ഇനി ഇസ്രായേൽ തലയിൽ നുള്ളിക്കോ തുടങ്ങിയ പ്രയോഗങ്ങൾ. അറബ് രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നു. അറബ് രാഷ്ട്രങ്ങൾ സൈനികമായി ഇസ്രായേലിനെ നേരിടാനൊരുങ്ങുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് കേട്ടത്. അപ്പോൾ അന്തരീക്ഷം ആകെ കലങ്ങി മറിഞ്ഞു. ഇത്തരമൊരവസ്ഥ വിഭാവനം ചെയ്തിരുന്നു ഇസ്രായേൽ എന്ന് വേണം നമ്മൾ ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ കാണുമ്പോൾ കരുതാൻ. കാരണം ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ, അറബ് രാജ്യങ്ങളുടെ ശ്രദ്ധ ദോഹ കേന്ദ്രീകരിക്കപ്പെട്ടപ്പോൾ മറുവശത്ത് ഗാസ ഇനി ഓർമ്മയാക്കാനായുള്ള ഇസ്രായേലിൻ്റെ അന്തിമ യുദ്ധപ്പുറപ്പാട്. അപ്പോൾ ഗാസയിലേക്കുള്ള ശ്രദ്ധ പൊടുന്നനെ നിലച്ചു. ഗസ സിറ്റി കത്തിയെരിയുമ്പോൾ ഉച്ചകോടിയുടെ ആർഭാടത്തിലായി അറബ് രാഷ്ട്ര നേതാക്കൾ. അവരവിടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് പോലെ ആട്ടിൻ കാൽ നുണഞ്ഞും കുബൂസ് തിന്നുമൊക്കെ ആഘോഷിക്കുന്നു. മറുവശത്ത് അവരുടെ അവശേഷിക്കുന്ന ഹമാസ് കൂടി ഇല്ലാതാകുന്നു. ഗസ നഗരം പൂർണ്ണമായി ഇസ്രായേൽ സേനയുടെ കൈകളിലേക്ക് ചെല്ലുന്നു. എന്തുകൊണ്ടാണ് ഇത്തരമൊരു ദുരവസ്ഥ ഈ പലസ്തീൻ ജനങ്ങൾക്കുണ്ടാകുന്നത്? എന്തുകൊണ്ട് അറബ് സമൂഹം അവരെ വേണ്ടതുപോലെ സുരക്ഷിതരാക്കിയില്ല? ഇവിടെയാണ് ഇറാൻ നട്ടു നനച്ച് വളർത്തിയ ഹമാസിനെ ഭയപ്പെട്ട് നിന്ന അറബ് രാഷ്ട്രങ്ങൾ കൊടുക്കേണ്ടി വരുന്നൊരു വില. അവരുടെ സഹോദര രാജ്യമായിരുന്നു പലസ്തീൻ എന്ന് പലസ്തീൻ രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഗസ മുൻപൊരിക്കൽ പലസ്തീനായി അറിയപ്പെടുമെന്ന് പൊതുവെ ലോകം കരുതിയിരുന്നു. ആ പലസ്തീനെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വം അറബ് രാജ്യങ്ങൾക്കുണ്ട്, അറബ് ലോകരാജ്യങ്ങൾക്കുണ്ട്. എന്നാൽ ഇറാൻ്റെ ഒരു പ്രോക്സി ഭീകര സംഘടനയ്ക്ക് ആ അറബ് രാജ്യം വലിച്ചെറിഞ്ഞു കൊടുത്ത് ഏറ്റവും ദുർഘടമായ ഒരു ഘട്ടത്തിലേക്ക് ഗാസ നിവാസികളെ തള്ളി വിട്ടതിൻ്റെ ഉത്തരവാദിത്വം ഈ അറബ് രാജ്യങ്ങൾക്ക് കൂടി ഉണ്ട്. മറുവശത്ത് നമ്മൾ കണ്ടതല്ലേ ദോഹ ഉച്ചകോടിയിൽ നടന്ന കൊടും നാടകങ്ങൾ. ഖത്തർ ശക്തമായൊരു നിലപാട് ഇസ്രായേലിനെതിരെ എടുക്കാൻ അവർ എന്തുകൊണ്ട് മടിച്ചു? അമേരിക്കൻ ഇടപെടലുകൾ എന്ന വിശദീകരണം അവിടെ നിൽക്കട്ടെ. ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയിട്ടും ഇസ്രായേലിനെതിരെ ഒരു സൈനിക നടപടി വേണം എന്ന് പറയാനുള്ള ആർജവം ഖത്തറിനില്ല. മറുവശത്ത് ഇസ്രായേലിനെതിരെ ഒരു ഉപരോധം വേണമെന്ന് പറയാനുള്ള ആർജവം ഖത്തറിനില്ല. ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട ഇറാൻ ഒറ്റപ്പെട്ടു. ഇറാൻ, തുർക്കി, പാകിസ്ഥാൻ തുടങ്ങിയ ചില രാജ്യങ്ങൾ മാത്രമാണ് ഇസ്രായേലിനെതിരെ ഉപരോധം വേണമെന്ന് വരെ പറഞ്ഞു വെച്ചത്. ഉപരോധത്തെക്കുറിച്ച് ചിന്തിക്കാം എന്ന് രാഷ്ട്രത്തലവന്മാർ പറഞ്ഞുവെങ്കിലും അവർ സംയുക്തമായി ഇറക്കിയ പ്രസ്താവനയിൽ ഉപരോധമില്ല. ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾക്ക് നിർദ്ദേശമില്ല. അപലപിച്ചു എന്നൊരൊറ്റ വാക്കിൽ അവസാനിപ്പിച്ചു. പക്ഷേ അറബ് ഉച്ചകോടി ഇസ്രായേലിൻ്റെ നടപടികളെ അപലപിച്ചപ്പോൾ ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമായിരുന്നില്ല ഇസ്രായേലിൻ്റെ ആത്യന്തിക ലക്ഷ്യം. പകരം ഹമാസ് നേതാക്കൾക്ക് കൃത്യമായൊരു മുന്നറിയിപ്പ് നൽകുകയും ഗസ നഗരം ഏറ്റെടുക്കാനുള്ള പദ്ധതി വിഭാവനം ചെയ്ത് അവർ ആസൂത്രണം നടത്തുകയുമായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും കരുത്തുറ്റ ഒരു തലം, ഭയാനകമായ തലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഗസ നിവാസികൾ ഇപ്പോൾ അനുഭവിക്കുന്ന കൊടും ദുരിതം ഏകദേശം 3.5 ലക്ഷത്തോളം ആ നഗരവാസികൾ ഇതിനകം തന്നെ പലായനം ചെയ്തു കഴിഞ്ഞു. അവർ ഏകമാർഗം, ഒറ്റപ്പാത മാത്രമേ അവർക്ക് പുറത്തേക്ക് തുറന്നു കിട്ടിയിട്ടുള്ളൂ. ആ പാതയിൽ വലിയ തിരക്ക്, വലിയ തോതിൽ ആളുകൾ കൊല്ലപ്പെടുന്നു. ഏകദേശം 100ഓളം ആളുകൾ ഇന്നലെ ഒരൊറ്റ ദിവസം കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. മൃതദേഹങ്ങൾ പല ഇടങ്ങളിലും ചിതറിക്കിടക്കുന്നു. കത്തിയാളുന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെയാണ് ഈ ഗസ നിവാസികൾ ഇപ്പോൾ പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഭീകരമാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് തങ്ങളുടെ ബന്ദികളെ വിട്ടുകിട്ടാനുള്ള
ഒരു അവസാന യുദ്ധമാണിതെന്ന് അവർ പറയുന്നു. IDF-ൻ്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജുകളിൽ ഇപ്പോൾ ചില വീഡിയോകൾ പ്രത്യക്ഷപ്പെടും. ഒരു വീഡിയോ അവർ ഇതുവരെ ഗസ മുനമ്പിനെ കുറിച്ച് ഇത്തരമൊരു വീഡിയോ കൊടുത്തിരുന്നില്ല. ഗസ മുനമ്പ് ഘട്ടം ഘട്ടമായി ഇസ്രയേലിൻ്റെ അധിനിവേശത്തിലേക്ക് വരുന്നൊരു വീഡിയോ അവർ ആദ്യമായി പുറത്തേക്ക് വിട്ടിരിക്കുന്നു. അപ്പോൾ ആത്യന്തികമായി ഇസ്രയേൽ തങ്ങളുടെ ലക്ഷ്യം വ്യക്തമാക്കി. ഗസ അധിനിവേശം തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം. പലസ്തീൻ രാഷ്ട്രം ഇനി ഉണ്ടാകില്ല എന്ന് നെതന്യാഹു പ്രഖ്യാപിക്കുന്നു. മറുവശത്ത് പരിപൂർണ പിന്തുണ ഇസ്രയേലിന് നൽകുന്ന അമേരിക്ക. ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേലിലെത്തി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി. നേരെ റൂബിയോ പാഞ്ഞത് ദോഹയിലേക്കാണ്. അവിടെ അറബ് ഉച്ചകോടി നടക്കുമ്പോൾ ഖത്തറിനെ വളരെ തന്ത്രപരമായി അമേരിക്ക കയ്യിലെടുക്കുന്നു. ഏറ്റവും പുതിയ ഒരു പ്രതിരോധ കരാർ അമേരിക്കയ്ക്കും ഖത്തറിനുമിടയിൽ രൂപപ്പെട്ടു. ആ കരാർ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിലവിൽ വരുമെന്ന് അമേരിക്ക തന്നെ പ്രഖ്യാപിച്ചു. ഖത്തർ അത് ശരിവെച്ചു. അറബ് രാജ്യങ്ങളെ തങ്ങളുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായി വിളിച്ചു ചേർത്ത ഖത്തർ അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിക്കിടയിൽ അമേരിക്കയ്ക്ക് കൈകൊടുക്കുന്ന വിചിത്ര കാഴ്ച, മലക്കം മറിയുന്ന വിചിത്ര കാഴ്ച. ഖത്തറിനെ വിശ്വസിക്കാൻ കൊള്ളാം, അവരെ നമുക്ക് ഇനിയും മധ്യസ്ഥരായി വേണം, സഖ്യകക്ഷിയായി വേണമെന്ന് അമേരിക്ക പറയുമ്പോൾ അതിലെന്ത് യുക്തി? ഇസ്രയേൽ ഖത്തറിനിട്ട് അടിച്ചിട്ടും ഇസ്രയേൽ ഖത്തർ ആ നയതന്ത്ര ബന്ധം വിഘടിക്കാതെ നിൽക്കുന്നു. അപ്പോൾ ഇരട്ടത്താപ്പ് ഇവിടെ ഖത്തർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഖത്തറിനും അമേരിക്കയ്ക്കുമൊക്കെ ഒരു പക്ഷേ മൗനമായി ഇസ്രയേൽ ആ ഗസ അധിനിവേശം തുടരട്ടെ എന്ന ഒരു ഭാവം തന്നെയാകാം. ഇവിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം നമ്മൾ കണ്ടതാണ്. ചെറിയ രീതിയിൽ നിന്നും വലിയൊരു പോരാട്ടത്തിലേക്ക് ഇപ്പോൾ കിടക്കുകയാണ്. ഇസ്രായേലിൻ്റെ പിടിയിലായി ഗാസ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അവിടെ ഘട്ടം ഘട്ടമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ഈ ഒരു അധിനിവേശം, ഗാസയിലേക്കുള്ള അധിനിവേശം വളരെ സ്ലോയിലായിട്ടായിരുന്നു. ആദ്യം പുറമേ നിന്നാണ്, ഇപ്പോൾ കരയുദ്ധത്തിലേക്ക് പോകുന്നു. നിരവധി ആൾക്കാരാണ് കൊല്ലപ്പെടുന്നത്. ഒരു പക്ഷേ നിരപരാധികളായിട്ടുള്ള നിരവധി കുട്ടികൾ, സ്ത്രീകളൊക്കെ നമ്മുടെ കൺമുന്നിൽ തെളിയുമ്പോൾ ഇസ്രായേലിനോടൊപ്പം ഒരു വിഭാഗം നിൽക്കുമ്പോഴും ഒരു പക്ഷേ അവരുടെയൊക്കെ ഉള്ളൊന്ന് പെടയുന്നുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ. കാരണം അത്രത്തോളം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക എടുക്കുന്ന നിലപാട്, അറബ് രാജ്യങ്ങൾ എടുക്കുന്ന നിലപാട്, ഒരു പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഗാസയിലെ മുഴുവൻ ആൾക്കാരെയും ഒഴിപ്പിക്കാൻ വേണ്ടുന്ന എന്തെങ്കിലും സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട്, ഒരു പക്ഷേ അവരെ ജീവന് തുല്യം മറ്റൊന്നുമില്ലല്ലോ. ഈ ഒരു ഇസ്രായേലിന് വേണ്ടുന്നത് ഗാസ എന്ന് പറയുന്ന ഭാഗമാണ്. ഗാസ മുഴുവനുമായി ഇസ്രായേലിന് വേണം. പക്ഷേ ഗാസയിൽ കുടിയൊഴിപ്പിക്കുക എന്നുള്ളൊരു ഘട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലാണ് നിരവധി പേര് കൊല്ലപ്പെടുന്നത്. അപ്പം ഈ ഒരു കുടിയൊഴിപ്പിക്കപ്പെടുന്നവരെ സുരക്ഷിതമായിട്ട് മറ്റെവിടെയെങ്കിലും പാർപ്പിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും നിലപാടുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? പറഞ്ഞ അറബ് രാജ്യങ്ങൾ അതിനായിട്ട് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം നേരത്തെ തന്നെ ഒരു നിർദ്ദേശം മുൻപോട്ട് വച്ചിരുന്നു. ഗസ മുൻപിലുള്ളത് 2 ദശലക്ഷം ആളുകളെ, 20 ലക്ഷം പേര്. അതിൽ 5 ലക്ഷം പേരെ ജോർദാൻ ഏറ്റെടുക്കട്ടെ, 5 ലക്ഷം ആളുകളെ ഈജിപ്റ്റ് ഏറ്റെടുക്കട്ടെ, മറ്റ് ഒരു 10 ലക്ഷം ആളുകളെ വിവിധ അറബ് രാജ്യങ്ങൾ 1 ലക്ഷം 2 ലക്ഷമൊക്കെ വെച്ച് ഏറ്റെടുത്തവരെ സുരക്ഷിതരായി താൽക്കാലികമായി പാർപ്പിക്കുക. അതിനുശേഷം ഗസ മുനമ്പ് പൂർണ്ണമായി പുനർനിർമ്മിക്കുകയും ഇവിടേക്ക് ഹമാസുകാരല്ലാത്തവരെ ഘട്ടം ഘട്ടമായി കുടിയേറാൻ അനുവദിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു പ്രഖ്യാപനം നേരത്തെ ട്രംപ് നടത്തിയതാണ്. അതാണ് ട്രംപിൻ്റെ ആത്യന്തികമായി മനസ്സിലുള്ളത്. ഇപ്പോൾ ഹമാസിനെതിരെയുള്ള അന്തിമ യുദ്ധം പ്രഖ്യാപിച്ചത് ഡൊണാൾഡ് ട്രംപാണ്. ഇസ്രായേലിൻ്റെ കരുത്ത് അമേരിക്കയുടെ പിന്തുണയാണ്, ഡൊണാൾഡ് ട്രംപിൻ്റെ പിന്തുണയാണ്. മാർക്കോ റൂബിയോ പൂർണ്ണ പിന്തുണ നൽകിയാണ് നേരെ ഖത്തറിലേക്ക് പോയിരിക്കുന്നത്. അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ അപലപിച്ചതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല. കൃത്യമായി ഇരട്ടത്താപ്പാണ് നമ്മളിവിടെ കാണുന്നത്. അറബ് രാജ്യങ്ങളിൽ ഭൂരിപക്ഷവും ഒരു നിശബ്ദ പിന്തുണ ഇസ്രായേലിന് നൽകുന്നു. അപ്പോൾ ഇസ്രായേൽ ആ കരുത്തിലാണ് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത്. ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാഴ്ത്താൻ ശ്രമിക്കുന്നത് ആകെ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ മാത്രമാണ്. ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ കർക്കശ നിലപാടെടുക്കുന്നു. എന്നാൽ അവർക്ക് നേരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് പറഞ്ഞു, എത്ര ശക്തമായ സമ്മർദ്ദം ഞങ്ങൾക്ക് മേൽ വന്നാലും ഈ അന്തിമ യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങില്ല. ഇതൊരു ജനതയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാന യുദ്ധമാണ്. ഞങ്ങൾ ഞങ്ങളുടെ ബന്ദികളെ വീണ്ടെടുക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല. ഗസ മുനമ്പ് പൂർണ്ണമായി ഞങ്ങളുടെ സൈന്യം ഏറ്റെടുക്കും. ഗസ മുനമ്പിൻ്റെ ഓരോ ഭാഗവും ഞങ്ങൾ പരിശോധിക്കും. ബന്ദികളെ ഞങ്ങൾ വീണ്ടെടുക്കും. ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് ബന്ദികളെ ജീവനോടെ രക്ഷിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്കല്ല. ബന്ദികളെ ഏത് രൂപേണയും രക്ഷപ്പെടുത്തുമെന്ന് ഇസ്രയേൽ പറഞ്ഞ് ഈ ആത്യന്തിക യുദ്ധത്തിലേക്ക് ഇസ്രയേൽ കടക്കുമ്പോൾ വ്യക്തമാണ് നെതന്യാഹുവിൻ്റെ വാക്കുകൾ. ഇനി ഹമാസ് ഉണ്ടാകില്ല. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഖത്തറിലെ ദോഹയ്ക്ക് നേരെ, ദോഹയിലുള്ള ഹമാസ് ആസ്ഥാനത്തിന് നേർക്ക് നടത്തിയ ആക്രമണം.
ഇവിടെ ലോകം ഒത്തുകൂടി സമ്മർദ്ദം അതിശക്തമായി ഇസ്രയേലിന് മേൽ ചെലുത്തിയാലും തങ്ങൾ പിന്നോട്ടില്ല എന്ന് നെതന്യാഹു പറയുന്നത് ഡൊണാൾഡ് ട്രംപ് കൊടുത്ത ആ ബലത്തിലാണ്. ഇവിടെയാണ് നമ്മൾ അമേരിക്കൻ പിന്തുണ ഖത്തറിലെ ദോഹ ആക്രമണത്തിന് നെതന്യാഹുവിന് ലഭിച്ചിരുന്നു എന്ന് സാമാന്യമായി ചിന്തിക്കുന്നത്. ഇതുതന്നെയാണ് മിക്ക അറബ് രാജ്യങ്ങളുടെയും ചിന്ത. അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് നിൽക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ അറബ് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് സ്വത്വബോധത്തിന് വേണ്ടി ഒരു യുദ്ധത്തിന് പദ്ധതിയിട്ടാലും ഇസ്രയേൽ അതിനു നേരെ നെഞ്ചുറപ്പോടെ നിൽക്കും. ആ കാഴ്ചയാണ് ഇസ്രയേലിൻ്റെ തൻ്റെ ഇടത്തോടെയുള്ള മറുപടികളിൽ നമ്മൾ ഇക്കഴിഞ്ഞ 2-3 ദിവസമായി കേൾക്കുന്നത്. എന്നാൽ 60 രാജ്യങ്ങൾ ഒത്തുചേർന്ന അറബ് ഉച്ചകോടി, അതിൻ്റെ പരാജയം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ കരുത്താണ്. ഇസ്രായേൽ തങ്ങളുടെ നിലനിൽപ്പ്, ഇസ്രായേൽ എന്ന കൊച്ചു രാഷ്ട്രം പിറന്നു വീണ ആദ്യ നാളുകൾ തുടങ്ങി എല്ലാം അവരുടെ മനസ്സിലുണ്ട്. അന്ന് അവരെ കൊത്തിക്കീറിയില്ലോ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ഒത്തുകൂടിയ അറബ് രാഷ്ട്രങ്ങൾ, അവർക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ ഒരു കുഞ്ഞൻ രാജ്യം. പിന്നീട് അന്ന് തങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയ 6 അറബ് രാജ്യങ്ങളുടെ ഭൂപ്രദേശങ്ങൾ ഈ കുഞ്ഞൻ രാജ്യം അവരുടെ ഭൂവിസ്തൃതിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു അപൂർവ ചരിത്ര വസ്തുത. അവിടെ നിന്ന് തുടങ്ങിയ പടയോട്ടമാണ്. കഴിഞ്ഞ 6 യുദ്ധങ്ങളിലും ഇസ്രായേൽ പിന്തുടരുന്നത് ആ പടയോട്ടത്തിൻ്റെ വിജയ രഹസ്യമാണ്. 6 ദിന യുദ്ധം എന്നും ഇസ്രായേലിനെ സംബന്ധിച്ചൊരു അഭിമാനത്തിൻ്റെതാണ്. യോം കിപ്പൂർ യുദ്ധം, ഓരോ യുദ്ധങ്ങൾക്ക് ശേഷവും ഇസ്രായേൽ കൂടുതൽ കരുത്തിലേക്ക് കുതിച്ചുയരുന്ന നമ്മൾ കാണുന്നത്. അതേ ആർജവം തന്നെയല്ലേ ഗസ നഗരത്തിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുമ്പോൾ നമ്മൾ യമനിലെ ഹുദൈദയിൽ കാണുന്നത്. ഹുദൈദ എന്ന തുറമുഖ പട്ടണം ഇപ്പോൾ കത്തി എരിയുകയാണ്. ഇസ്രായേൽ ഇന്നലെ ഹുദൈദയിലേക്ക് നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണം. പക്ഷേ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ ഒരു പ്രത്യേകത, ആക്രമണത്തിന് തൊട്ട് മുൻപ് ജനങ്ങളോട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പിൻവാങ്ങാൻ ആവശ്യപ്പെടുന്നു. ഹുദൈദ തുറമുഖത്ത് നങ്കുരമിട്ടിരുന്ന ബോട്ടുകളോടും കപ്പലുകളോടും നിങ്ങൾ എത്രയും പെട്ടെന്ന് തീരം വിട്ട് മാറാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം തീമഴ പെയ്യിച്ചു. ഇസ്രായേലിലെ ചില എയർപോർട്ടുകളിലേക്ക് ഹൂതികൾ തൊടുത്ത ഡ്രോണുകൾ അതിൻ്റെ ഒരു വൈരാഗ്യം തീർക്കൽ മാത്രമായിരുന്നില്ല. ഗസയിലേക്ക് അധിനിവേശത്തിനൊരുങ്ങുന്ന ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് വേണ്ടി ഹൂതികളുടെ മിസൈലുകൾ എത്തുമെന്ന് ഇസ്രായേൽ മുൻകൂട്ടി കണ്ടു. അതുകൊണ്ട് തന്നെ വളരെ കണിശതയോടെ ഹൂതികൾക്ക് നേരെ ഇപ്പോൾ ആക്രമണം നടത്തുന്നു. നമ്മൾ കണ്ട ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഹൂതി പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും അടക്കം ചുട്ടരിച്ച് കളഞ്ഞ ഇസ്രായേൽ നടപടി നമ്മൾ കണ്ടതാണ്. ഭയം അത് ഇസ്രായേലിൻ്റെ ഒരു നടപടിയിലുമില്ല. ഒരുപക്ഷെ ചരിത്രം മറ്റൊരു തലത്തിൽ ഇനി നെതന്യാഹുവിനെ അടയാളപ്പെടുത്തും. കാരണം ഇത്രയേറെ ആഭ്യന്തര സമ്മർദ്ദമുണ്ടായിട്ടും, ഇത്രയേറെ ലോകരാജ്യങ്ങൾ സമ്മർദ്ദത്തിലാഴ്ത്താൻ ശ്രമിച്ചിട്ടും, അറബ് രാഷ്ട്രങ്ങൾ ഞങ്ങളൊരു യുദ്ധപ്രഖ്യാപനം നടത്തുമെന്ന് ഭയപ്പെടുത്തിയിട്ടും അവിടെയൊന്നും ഭയക്കാതെ തൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിന് വേണ്ടി അതിശക്തമായ നിലപാടുമായി ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. താൽക്കാലിക രാഷ്ട്രീയ ലാഭമാണ് നെതന്യാഹുവിൻ്റെ ലക്ഷ്യമെന്ന് ഒരുപക്ഷെ ഇസ്രായേൽ മാധ്യമങ്ങൾ പരിഹസിക്കും, മറ്റു വിമർശനങ്ങൾ ഉയരും. എന്നാൽ ആത്യന്തികമായി തുടങ്ങി വെച്ച യുദ്ധത്തിൻ്റെ പൂർണ്ണ വിജയം, അതാ നെതന്യാഹുവിൻ്റെ ലക്ഷ്യം. ഹമാസിനെ ഇല്ലായ്മ ചെയ്യുമെന്ന നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം ഒരു പക്ഷേ ഇനി യാഥാർത്ഥ്യമാകാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ വേണ്ടിവരൂ. പക്ഷെ ഗസ മുനമ്പിലെ അധിനിവേശം ഇസ്രായേലിന് വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ മാസങ്ങൾ തന്നെ വേണ്ടിവരുമെന്ന ചില മുന്നറിയിപ്പുകൾ നമുക്ക് മുന്നിലുണ്ട്. ഇതിപ്പോൾ സെപ്റ്റംബർ 16-ാം തീയതിയിൽ എത്തി നിൽക്കുന്നു. ഇനി ഒക്ടോബർ 7 ഇസ്രായേലിന് മുന്നിൽ ഒരു 22 ദിവസത്തിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഒരു പക്ഷേ വ്യക്തമാകാം. 2023 തുടങ്ങിയ യുദ്ധം, 2023 ഒക്ടോബർ 8-ാം തീയതി തുടങ്ങിയ യുദ്ധം, ഈ 2025 ഒക്ടോബർ 8, 2 വർഷം തികയുന്നതിന് മുൻപ് വളരെ ശക്തമായ ആക്രമണത്തിൽ അവസാനിപ്പിക്കുക, ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക, അതായിരിക്കാം നെതന്യാഹു ആത്യന്തികമായി ലക്ഷ്യമിടുന്നത്. തീർച്ചയായിട്ടും ആ ഒരു യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കട്ടെ. കാരണം യുദ്ധമെന്ന് കേൾക്കുമ്പോൾ ദൂരെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ രക്തം തിളയ്ക്കുക മാത്രമായിരിക്കും. പക്ഷേ അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ദുരനുഭവങ്ങളും വേദനകളും ഒക്കെ അവശേഷിപ്പുകളും ഒക്കെ. ഏതായാലും ഗാസ നേരിടുന്ന വലിയൊരു ദുരന്തം തന്നെയാണ്. അത് എത്രയും വേഗം അവസാനിക്കട്ടെ. അവിടുത്തെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ഒക്കെ സമാധാനത്തിൻ്റെ നല്ലൊരു ദിവസങ്ങൾ അവർക്കുണ്ടാകട്ടെ. നമസ്കാരം.